സുഹൃത്തുക്കളെ, ഞാൻ അല്പം മുമ്പ് ലൈവ് വന്നതിനിടയ്ക്ക് ഫേസ്ബുക്ക് കയറി ഇടപെട്ടു. എൻ്റെ അടുത്ത് സുക്രങ്ങൾ കയറി ഇടപെട്ടു. സുക്രങ്ങൾ പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ തന്നു. അതായത് ഇത് പിന്നെ മ്യൂസിക്കിൻ്റെ കോപ്പിറൈറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ വീഡിയോയുടെ കോപ്പിറൈറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കോപ്പിറൈറ്റ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ പുതിയ പിന്നെ വ്യൂവേഴ്സ് ഇത് കാണും. അതുകൊണ്ട് പിന്നെ ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതാണ് നല്ലതെന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാനത് അവർ പെട്ടെന്ന് എടുത്ത് ബ്ലോക്ക് ചെയ്തത് വേണമെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പേജിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ ഫോളോ ചെയ്യാൻ വേണ്ടി നിന്ന്. അതുകൊണ്ട് മ്യൂസിക് ഇല്ലാതെ ഞാൻ നേരത്തെ പിന്നെ പ്ലേ ചെയ്ത വീഡിയോ വീണ്ടും ഒരിക്കൽ കൂടി പ്ലേ ചെയ്യുകയാണ്. ഓക്കെ, പറഞ്ഞു വരുന്നത് പിന്നെ ഞാനിന്ന് വൈകിട്ട് ഇങ്ങനെ നടക്കാൻ പോകാനിരുന്ന സമയത്താണ് ഞാനിതൊരു ചാനലിൽ കണ്ടത്. അപ്പോൾ അതിനകത്ത് വാർത്തയുണ്ട് ഇങ്ങനെ പിന്നെ തിരുവല്ല നഗരസഭാ ഓഫീസിലിരുന്ന് ജീവനക്കാർ ഇങ്ങനെ ഒരു പിന്നെ പരിപാടി നടത്തി. ആ പരിപാടി ഇവർ റീൽസ് എടുത്തു. ആ റീൽസ് എടുത്തുകൊണ്ട് അവരോട് വിശദീകരണം ചോദിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ കരുതി, എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. ഞാൻ പാട്ട് മ്യൂട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചത് നിങ്ങളോട്. എനിക്ക് പിന്നെ ഈ വാർത്ത കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി, പ്രതിഷേധം തോന്നി. എന്നാൽ തിരിച്ചു വന്നിട്ട് ചെയ്യാമെന്ന് കരുതി. തിരിച്ചു വന്നപ്പോൾ പിന്നെ എന്തായാലും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. മന്ത്രി രാജേഷ് പറഞ്ഞു അവർ ഞായറാഴ്ചയാണ് പണിയെടുത്തത്, അധിക ജോലിയാണ്. ഞായറാഴ്ച പണിയെടുത്തുകൊണ്ട് അവർക്ക് എതിരെ നടപടി എടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല അവർ ജോലിയെ തടസ്സപ്പെടുത്താതെ ചെയ്തത്. നമുക്കറിയാലോ, ഇപ്പോൾ ഞായറാഴ്ച ദിവസം ഇവിടെ ഈ CPM-ൻ്റെ സംഘടനയായിട്ടുള്ള എൻജിഒ യൂണിയൻ്റെ ആൾക്കാരായിരിക്കും ഞായറാഴ്ച വന്ന് മര്യാദയ്ക്ക് പണിയെടുക്കുമോ? അവർ പ്രവൃത്തി ദിവസങ്ങളിൽ തന്നെ അവർ സംഘടനാ പ്രവർത്തനത്തിന് പോകും. അതേപോലെ തന്നെ വേറെ ഏർപ്പാടിന് പോകും. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം, മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ പിന്നെ എനിക്ക് വളരെ നേരിട്ട് അറിയാവുന്ന SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ഇപ്പോൾ എൻജിഒ യൂണിയൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ വില്ലേജ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാം. ആളെ ഇപ്പോൾ പിന്നെ വിജിലൻസ് പിടിച്ചു. സഖാവായതുകൊണ്ട് പിന്നെ വിജിലൻസ് ഒക്കെ തേച്ചു മായ്ച്ച് കളയും. DYSP നല്ല മിടുക്കനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. എന്തായിരുന്നാലും തേച്ചു മായ്ച്ച് കളയും. എന്തായിരുന്നു നാണക്കേടായി പോയി. ഞാൻ അയാളുടെ പേരിന് ഇപ്പോൾ പറയാത്തുന്ന ചൊവ്വാഴ്ച പേരൊക്കെ പറഞ്ഞ് ഞാനൊരു സ്റ്റോറി ചെയ്തതാണ്. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും പറയേണ്ടെന്ന് കരുതി. ആ കുടുംബമായിട്ട് എനിക്ക് ബന്ധമുള്ളതാണ്. മൂപ്പര് ഞാൻ ചെറിയ കുട്ടിയായിട്ട് ഈ PDCക്ക് ചെല്ലുമ്പം, അതായത് ഇപ്പോഴത്തെ +1 അതിന് ചെല്ലുമ്പം മൂപ്പര് SFIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. പിന്നീട് മൂപ്പര് പിന്നെ ജോലിയൊക്കെ ഇട്ടിട്ട് എൻജിഒ യൂണിയൻ്റെ തലപ്പത്തെത്തി. മൂപ്പര് ജ്യേഷ്ഠൻ എൻ്റെ കൂടെ DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റിയിലുണ്ടായിരുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ ഏരിയ സെൻറ്റർ മെമ്പറാണ്. പിന്നെ അതേപോലെ തന്നെ മൂപ്പരെ വേറൊരു ജ്യേഷ്ഠൻ്റെ മക്കള്, ഒരു മകൻ എൻ്റെ കൂടെ പഠിച്ചതാണ്. പിന്നെ ഒരു മകൻ എൻ്റെ അനിയത്തിൻ്റെ കൂടെ പഠിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനെ കുറച്ച് ഓവറായിപ്പോയി എന്ന് എനിക്ക് തോന്നി. പിന്നീട് ഇരുന്ന് റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവർ ഞായറാഴ്ച ദിവസം സ്വന്തം കയ്യിൽ നിന്ന് വണ്ടിക്ക് എണ്ണ അടിച്ചിട്ട് ജോലിക്ക് വരിക. അതിന് പൈസയൊന്നുമില്ല, ശമ്പളമൊന്നുമില്ല, എക്സ്ട്രാ ഡ്യൂട്ടിയാണ്. അങ്ങനെ വന്നിട്ട് അടുത്ത പണി പൂർത്തിയിരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടി ഉള്ളൊരു വിനോദം കണ്ടെത്തി. അവർക്ക് വേണമെങ്കിൽ അന്ന് ഞായറാഴ്ച വരാതിരിക്കുക. ഇവർക്ക് മാക്സിമം ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അല്ലാതെ വേറെ നടപടിയൊന്നും എടുക്കാൻ പറ്റില്ല. സസ്പെൻഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിവരം അറിയും. കാരണം ബാക്കിയുള്ള ട്രിബ്യൂണലിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഈ ഞായറാഴ്ച ഡ്യൂട്ടി എടുക്കാത്തതിന് സസ്പെൻഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്ത ആൾക്ക് പണി കിട്ടും. അതാണ് അതിൻ്റെ ഒരു പിന്നെ അതിൻ്റെ ഒരു അവസ്ഥ. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇപ്പം നഗരസഭാ ജീവനക്കാർക്കോ അല്ലെങ്കിൽ റവന്യൂ ജീവനക്കാർക്കോ ഒന്നും വേണമെന്നല്ല. പക്ഷേ റിക്രിയേഷൻ വേണം, മെൻ്റൽ ഹെൽത്തിനെ വർദ്ധിപ്പിക്കണം. അതിന് പറ്റുന്ന അവസ്ഥകൾ പോലീസുകാർക്കാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇപ്പോൾ IPS ഉദ്യോഗസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് പോലീസ് ക്ലബ്ബുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. ഇവർക്ക് അവിടെ ചെട്ട് കളിക്കുക, ഇവർക്കൂടെ ഗോൾഫ് കളിക്കുക, ഇവർക്കൂടെ പിന്നെ ക്യാരംസ് കളിക്കുക, ചെസ്സ് കളിക്കുക, അതിന് കൂടെ വെള്ളം അടിക്കുക ഒക്കെ ചെയ്യാം. IAS ഉദ്യോഗസ്ഥർക്കും IPS ഉദ്യോഗസ്ഥർക്കൊക്കെ. ഈ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ലല്ലോ ഈ മെൻ്റൽ സ്ട്രെസ് എന്ന് പറയുന്നത്. മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് ഈ പിന്നെ വെയിലും കൊണ്ട് തല്ലും കൊണ്ടൊക്കെ പണിയെടുക്കുന്ന ഈ പോലീസുകാർക്ക് എത്രത്തോളം ഉണ്ട്. അവരുടെ എന്തെങ്കിലും കാര്യത്തിനകത്ത് ഇപ്പോൾ പിന്നെ ഒരു മുടക്കം വന്നാൽ അവർക്ക് പണിഷ്മെൻ്റ് ഉണ്ട്. പക്ഷെ അവർ ചെയ്യുന്ന എടുക്കുന്ന റിസ്ക് എന്താ? കോവിഡ് കാലത്ത് ഏതെങ്കിലും പോലീസുകാരന് വീട്ടിൽ മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ടോ? രാത്രി അതേപോലെ ഈ സർക്കിൾ ഇൻസ്പെക്ടർമാർ രാത്രി പിന്നെ വീട്ടിൽ പിന്നെ കിടന്നുറങ്ങുന്ന നേരത്താവും ഏതെങ്കിലും ഒരുത്തരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പിടിക്കുന്നത്. ആ സമയത്ത് അവിടെ പോകാതെ SI അല്ലെങ്കിൽ പോലീസുകാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ഇയാൾ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നീട് മേലെ നിന്നുള്ള ക്വസ്റ്റ്യൻ വരിക. സ്ഥലത്തുണ്ടായിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായിട്ടൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന റിസ്ക് അതാ.
അപ്പം എന്തായിരുന്നാലും മന്ത്രി രാജേഷ് ഇത് നടപടി എടുക്കേണ്ടെന്ന് പിന്നെ തീരുമാനിച്ച കാര്യത്തിൽ എനിക്ക് വളരെ നല്ല കാര്യമായിട്ട് തോന്നുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പോലീസുകാർക്കൊക്കെ ഉൾപ്പെടെയുള്ള ഈ റിക്രിയേഷൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. ഇടയ്ക്കൊന്നും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒഴിവുണ്ടാകുമ്പം സർക്കാർ ചെലവിന് അവരെ ഒന്ന് പിന്നെ ഒരു വേണ്ടെന്നേ സ്റ്റേഷനിൽ തന്നെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ ഈ പോലീസുകാർക്ക് ഇപ്പം ഷിഫ്റ്റ് സമ്പ്രദായമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഈ 10 മണിക്കൂറോ 12 മണിക്കൂറോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അപ്പം തന്നെ വീട്ടിൽ പോകാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് വട്ടം കൂടി ഇരുന്ന് കള്ളുടിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അത് IPC ആരും IAS ആരും ചെയ്തോട്ടെ. സ്റ്റേഷനിൽ ഇപ്പോൾ അതിനുള്ള സംവിധാനം ചെയ്യാൻ പറ്റില്ല. ഒരു സൈഡിൽ ഒരു എവിടെയെങ്കിലും ഒരു പിന്നെ ഒരു കാരം ബോർഡോ ഒരു ചീട്ടുപെട്ടിയൊക്കെ വെച്ചിട്ട് അവരവിടെ ഇരുന്നോട്ടെ എന്നേ. അവിടെ ചായം വെക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. ഓക്കെ, ശരി എന്നാൽ ഇപ്പം തന്നെ ഒരു വീഡിയോ ആയിട്ട് വരും.